ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലിട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. എനിക്ക് സുഖമാണ്. ഇന്ന് 2 ബിയർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. 2 ഇല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇപ്പോൾ 2 എടുത്തിരിക്കുന്ന ഒരു ഭംഗി കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ 2 ഞാനൊന്ന് ബേസ് കോട്ട് കൊടുത്ത് ഉണക്കി വെച്ചിരിക്കുന്നത്. ബേസ് കോട്ട് അല്ലെങ്കിൽ ജെസ്സോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വൈറ്റ് ആയിട്ട് ബേസ് കോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക പഴയ വീഡിയോസൊക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ള ഹായ് അതുപോലെ ബർത്ത്ഡേ വിഷസ് അറിയിക്കേണ്ടത് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത് പേര് എടുത്ത് പറയണം. പേര് പറഞ്ഞ് ഹായ് പറയേണ്ടവർക്കും അതുപോലെ ബർത്ത്ഡേ വിഷസ് പറയേണ്ടവർക്കും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ട്രൈഡ് പിക്സ് എനിക്ക് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആദ്യം കുറച്ച് ഭാഗത്തായിട്ട് ഈ ഒരു ബ്ലൂ കളറ്, ഡീപ്പ് ബ്ലൂ കളറ് ആദ്യം ഒന്ന് ചെയ്യാം. ഞാൻ ആ ബ്ലൂ കളറിന് കുറച്ചൊന്ന് ഡാർക്ക്നെസ് കുറച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റും കൂടെ കുറച്ച് വൈറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണേ. അങ്ങനെ ചെയ്യണമെന്നില്ല, നേരെ ബ്ലൂ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പം ഞാൻ ആ ഒരു ഡീപ്പ് കളറൊന്ന് കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം ബ്ലൂ കൊടുക്കാം, പിന്നെ സ്കൈ ബ്ലൂ കൊടുക്കുക, പിന്നെ ആ സ്കൈ ബ്ലൂ വൈറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ആ ബോട്ടിൽ ചെയ്യുന്ന പെയിൻറ്റിങ്. അതിന് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് പറ്റിയ ഒരു പെയിൻറ്റിങ് ആണ്. അതുപോലെ പെയിൻറ്റിങ് ഒരുപാടൊന്നും അറിയണ്ട, അതുപോലെ ഒരുപാട് സാധനങ്ങൾ വേണ്ട. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ബോട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ബോട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം, എളുപ്പമാണിത്. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സ്കൈ ബ്ലൂ ഞാൻ സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു ബ്ലൂവിൽ നിന്ന് അടുത്ത ഒരു ബ്ലൂവിലോട്ട് ലൈറ്റിലോട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും സ്പോഞ്ച് യൂസ് ചെയ്യണേ നല്ലത്, കാരണം അത് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കുപ്പി പിന്നെ ഇനി ചെയ്യാനുള്ളത് ആ ബ്ലൂവിൽ നിന്ന് കുറച്ച് വൈറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 കളറും ഇങ്ങനെ ഒരു എന്താ പറയുക, നീലയിൽ നിന്ന് വൈറ്റിലോട്ട് പോവാം. ഇനി അടുത്തതും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ അടുത്തത് ആദ്യം തന്നെ നമ്മൾ റെഡ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് പിങ്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ആ ഒരു പിങ്കിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വൈറ്റ് ഒന്ന് കുറച്ച് മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാടായി പോവരുത്. അപ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഒന്ന് റെഡ്, പിങ്ക്, ലൈറ്റിൽ, മറ്റേത് ബ്ലൂ, സ്കൈ ബ്ലൂ, പിന്നൊന്ന് സ്കൈ ബ്ലൂവും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് 2 ബോട്ടിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ 3D ഔട്ട്ലൈനർ എടുക്കാം. അപ്പോൾ നമ്മൾ 3D ഔട്ട്ലൈനർ എടുക്കുകയാണ്. 3D ഔട്ട്ലൈനർ പകരം ഗ്ലാസ് ഔട്ട്ലൈനർ ആയാലും മതി. അതിലും ഗോൾഡും ബ്ലാക്കും ഉണ്ടാവും. ബ്ലാക്ക് എടുക്കാം എന്ന് വെച്ചാൽ ഒരു ഭംഗി കുറയും. ബ്ലാക്കിന് പകരം ഗോൾഡ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗോൾഡ് എടുക്കുമ്പോൾ 2ലും ഒരേപോലെ ഗോൾഡ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഓറഞ്ച് കളർ അതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ മല വരയ്ക്കില്ലേ, മല എങ്ങനെയാണ് വരയ്ക്കുന്നത്, പക്ഷെ മല ഇങ്ങനെ കുന്ന് വരയ്ക്കുക, മല എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. അത് ഒന്നിനോട് ചേർത്ത് ഇങ്ങനെ ഷേപ്പ് പോലെ വരച്ചെടുക്കണം. ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ വരച്ചെടുക്കണം. ഇത് മുകളിലായിട്ട് ഓരോന്നിൻ്റെയും കണ്ടില്ലേ, അടുത്ത ഒരു എൻഡ് അത് 2ൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വരയ്ക്കണം. അപ്പോൾ അറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ വരച്ച് വെക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗം ചെയ്തു. ഈ നമ്മുടെ കഴുത്ത് വരെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുക്കുന്നത് വൈറ്റാണ്. അപ്പോൾ ഈ ഒരു കളറിന് വൈറ്റാണ് നല്ലത്, കാരണം ഗോൾഡ് എൻ്റെ കയ്യിലില്ല. പറ്റുമെങ്കിൽ 2 ബോട്ടിലും ഗോൾഡ് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെ 2ലും ചെയ്തിരിക്കുന്ന ആ കഴുത്ത് വരെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് പരിപാടി. സിമ്പിളാണ്. ബിഗിനേഴ്സിന് എളുപ്പം ചെയ്യുന്ന കുട്ടികൾക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന, പെയിൻറ്റിങ് ഒന്നും പഠിക്കേണ്ട, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്താൽ മതിയാവും. അപ്പോൾ 2 ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഭംഗി കൂടുതൽ കിട്ടും. 2ഉം നല്ല ഭംഗിയായിരിക്കും ഒരുമിച്ച് വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങളുടെ ഹായ് അതുപോലെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പേര് എടുത്ത് പറയണം. പിന്നെ നിങ്ങളുടെ ട്രൈഡ് പിക്സ് എനിക്ക് അയച്ചു തരികയും വേണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.